PK ലേണിങ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നമ്മൾ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. BNSൽ നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത് എക്സ്റ്റോർഷൻ. പ്രോപ്പർട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അടുത്ത പോകുന്നത് എക്സ്റ്റോർഷനാണ്. എന്താണ് എക്സ്റ്റോർഷൻ എന്നത് 308 പറയുന്ന എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്, അതായത് ഇതെല്ലാം പ്രോപ്പർട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. ഈ നമ്മൾ തൊട്ട് മുമ്പേ കണ്ട എന്താണ് മോഷണം, തഫ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ അറിയാതെ അയാളുടെ കയ്യിലിരിക്കുന്ന മൂവബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എടുക്കുന്നതായിരുന്നു, അയാൾ അറിയുന്നതേ ഇല്ല. ഓക്കെ, അത് പല രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എക്സ്റ്റോർഷൻ അങ്ങനെയല്ല, ഇൻറ്റൻഷനലി പുട്ട്സ് ഇൻ എനി പേഴ്സൺ, അതായത് പേടിപ്പിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മേടിക്കുന്നതാണ്. ഇഞ്ചുറി, അയാളെ ഉപദ്രവിക്കും എന്നുള്ള പേടിപ്പെടുത്തിക്കൊണ്ട് എന്താണ് അയാളുടെ കയ്യിലിരിക്കുന്ന കത്തി കാണിച്ചിട്ട് പറയാണ്, കത്തി കാണിക്കുന്നതേ ഉള്ളൂ, പേടിച്ച് നമ്മൾ എന്ത് ചെയ്തു, കയ്യിലിരിക്കുന്ന പേഴ്സ് എടുത്തങ്ങ് കൊടുത്തു. കണ്ടോ? മറ്റേത് അങ്ങനെയല്ല, അറിയാതെ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്താൽ അത് തെഫ്റ്റ്. കത്തി കാണിച്ച് തന്നില്ലെങ്കിൽ എന്താണ് ഇപ്പോൾ കുത്തിക്കളയുമെന്ന് പറയുന്നു. അതായത് അയാളുടെ രൂപവും ഭാവവും നിപ്പും പറച്ചിലും എല്ലാം കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉറപ്പായിട്ടും നമ്മളെ കുത്തും എന്നുള്ള ആ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും, നമ്മളെടുത്ത് കൊടുക്കും. അതാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യുബിൾ സെക്യൂരിറ്റിയോ പ്രോപ്പർട്ടിയോ എനിത്തിങ് സൈൻ ചെയ്യാനോ സീല് ചെയ്യാനോ, അപ്പം ഏതെങ്കിലും വാല്യുബിൾ സെക്യൂരിറ്റി ആക്കി മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും വസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ തരത്തിൽ വാങ്ങിച്ചെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഒഫൻസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റോർട്ട് ചെയ്യുന്നതിൻ്റെ പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻ്റ് ആണ്, 7 വർഷം വരെ കിട്ടാവുന്നതാണ്. അതല്ലെങ്കിൽ 7 വർഷമോ അതല്ലെങ്കിൽ അതിനോടൊപ്പം ഫൈനോ ഓർ ഫൈൻ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് കിട്ടാവുന്നതാണ്. ദെൻ അടുത്ത ഈ എക്സ്റ്റോർഷനിൽ നമ്മളൊരു പേഴ്സണെ പുട്ടിങ് ഓർ അറ്റംപ്റ്റിംഗ് ടു പുട്ട് ഇൻ ഫിയർ ഓഫ് ഇഞ്ചുറി ഇൻ ഓർഡർ ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റോർഷൻ നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരുത്തനെ നമ്മൾ പേടിപ്പെടുത്തുകയാണെങ്കിൽ, അങ്ങനെ അയാൾ അത് ശ്രമിക്കുകയാണെങ്കിലോ അതിനുള്ള പണിഷ്മെൻറ്റ് 2 വർഷം വരെയാണ് കിട്ടുന്നത്. അടുത്ത ഒഫൻസ് എന്ന് പറയുന്നത് ഈ എക്സ്റ്റോർഷനുമായി ബന്ധപ്പെട്ട് പുട്ടിങ് ഓർ അറ്റംപ്റ്റിംഗ് ടു പുട്ട് പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഡെത്ത് ഓർ ഗ്രീവിയസ്, അതായത് കൊല്ലുമെന്നോ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ അയാളെ കൊല്ലുമെന്നോ അതല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ടൊക്കെ കൊടുക്കുമെന്നോ അത്രയും ഭീഷണിയാണ് പെടുത്തിയത്. അത്രയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമ്മൾ അയാളുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ പിടിച്ചു പറിച്ചത് എങ്കിൽ അവിടെ ഇംപ്രിസൺമെൻറ്റ് 7 വർഷവും, അതല്ല എന്നുണ്ടെങ്കിൽ 7 years പ്ലസ് ഫൈനാണ് ഫൈനാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഈ എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് ആണ് എന്നുണ്ടെങ്കിൽ, പുട്ടിംഗ് പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് പണിഷ്മെന്റ് എന്ന് പറയുന്നത് 10 വർഷമാണ്. 10 വർഷവും ഫൈനുമാണ് പറയുന്നത്. അപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞത് പുട്ടിംഗ് ഓർ അറ്റംപ്റ്റ് പുട്ട് എ പേഴ്സൺ ഇൻ ഫിയർ എന്നുള്ളതാണ്. ഒന്നുകിൽ എന്താണ് പുട്ട് ഓർ അറ്റംപ്റ്റ് പുട്ട്, ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ പറയുന്നത് അടുത്ത ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കിന് എക്സ്റ്റോർഷൻ ബൈ പുട്ടിംഗ് എ പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ടിലേക്ക് വരുമ്പോഴാണ് എന്ത് കൊടുക്കുന്നത്, 10 years പറയുന്നത്. ദെൻ ഒഫൻസ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ എക്സ്റ്റോർഷനിൽ ഒരു വ്യക്തിയെ ഫിയർ ഓഫ് അക്യൂസേഷൻ ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. അപ്പോൾ എന്താണ് ഫിയർ ഓഫ് അപ്പോൾ ഇയാൾ എന്താണ് ഡെത്ത് പെനാലിറ്റി കിട്ടുന്നതോ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കിട്ടുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ 10 വർഷം വരെ കുറ്റകൃത്യം ചെയ്യാവുന്ന ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ആ തരത്തിലുള്ള കുറ്റകൃത്യം നിങ്ങൾ ചെയ്തതായിട്ട് പറയും. അങ്ങനെയുള്ള ഒരു അക്യൂസേഷനാണ്. അപ്പോൾ ആരോപണം നടത്തിയിട്ട് അങ്ങനെ പേടിപ്പിച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റോർട്ട് ചെയ്യുന്നത്, അയാളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ പിടിച്ചു പറിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പണിഷ്മെൻറ്റ് 10 വർഷം വരെ കിട്ടാവുന്നതാണ് ആൻഡ് ഫൈനാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഒരു വ്യക്തിയുടെ അടുത്ത് അക്യൂസേഷൻ ആണെന്ന് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ ഈ കയ്യിലിരിക്കുന്നത് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ അക്യൂസേഷൻ പറയും, നിങ്ങൾക്ക് ഡെത്ത് പെനാലിറ്റി വരെ കിട്ടാവുന്നതോ ലൈഫ് കിട്ടാവുന്നതോ അതല്ലെങ്കിൽ 10 വർഷം വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്നതോ തരത്തിലുള്ള കുറ്റകൃത്യം അല്ലെങ്കിൽ അക്യൂസേഷൻ നടത്തും എന്നുള്ള അങ്ങനെ പേടിച്ച് നമ്മൾ തെളിവുകളെല്ലാം നമുക്കെതിരെ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ, അപ്പോൾ നമ്മൾ പേടിച്ച് ഈ സാധനം കൊടുക്കും. അങ്ങനെ അതാണ് അവിടെയുള്ള പണിഷ്മെൻ്റാണ് പറയുന്നത്. അപ്പോൾ ആർക്കാണ് ഈ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്, എക്സ്റ്റോർട്ട് ചെയ്ത ആൾക്ക്, ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക്. ദെൻ ഈ എക്സ്റ്റോർഷൻ ചെയ്യുന്നത് threat of accusation of an offense punishable with death, imprisonment for life or imprisonment for 10 years എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടാണ് 10 years and fine ആണ് പറയുന്നത്. ഏതാണ്ട് ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ പറയാണ്, A threatens to publish a defamatory libel concerning Z
അപ്പോൾ എന്താണ്, എ എന്ന് പറയുന്ന ഒരാൾ എന്താണ് ഇസഡിനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ്, അൺലെസ് ഇസഡ് ഗീവ് ഹിം മണി കാശ് കൊടുത്തില്ലെങ്കിൽ, ഇസഡെ മര്യാദയ്ക്ക് കാശ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ എഴുതി പത്രത്തിലൊക്കെ പരസ്യം ചെയ്യും, എന്താണ് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഹി ദസ് ഇൻഡ്യൂസസ് ഇസഡ് ടു ഗീവ്, നമ്മളെക്കുറിച്ച് മോശമായിട്ട് എഴുതി വരാൻ നമ്മൾ ആഗ്രഹിക്കും. അപ്പം ഇതേപോലെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം വിടുങ്ങുന്നു. ഓക്കെ, എക്സ്റ്റോർഷനാണ്. എ എന്ന് പറയുന്ന ഒരാൾ ഇസഡിനെ ത്രട്ടൺ ചെയ്യുകയാണ്. എന്താണ്, തന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രോമിസറി നോട്ട് എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല എന്താണ്, നിങ്ങളുടെ കുട്ടിയെ ഞങ്ങളുടെ കൈവശം റോങ്ഫുൾ കൺഫൈൻ ചെയ്ത്, അതേ കുട്ടിയെ തടങ്കിൽ കുട്ടിയെ വിട്ടു തരണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയാണ്. അത് എന്താണ്, എക്സ്റ്റോർഷനാണ്. കണ്ടോ, അവിടെ ഒരു പ്രോമിസറി നോട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കുകയാണ്. ആ ഡോക്യുമെൻ്റ് ഒരു വാല്യബിൾ സെക്യൂരിറ്റിയാണ് പ്രോമിസറി നോട്ടായിട്ട്. അപ്പോൾ എന്താണ്, ബൈൻഡിങ് ഇസഡ് ടു പേ സർട്ടൻ മണീസ് ടു എന്താണ് എക്ക് കൊടുക്കാനായിട്ടുള്ള അങ്ങനെ പറയുന്ന. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു വാല്യബിൾ സെക്യൂരിറ്റി നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി നമ്മൾ ഒപ്പിട്ട് മേടിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, എക്സ്റ്റോർഷനാണ്. ഇനി അടുത്തതാണ് റോബറിയും ഡക്കോയിറ്റിയും. ഓക്കെ, നമ്മൾ കണ്ട് വന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരെണ്ണം തെഫ്റ്റ് കഴിഞ്ഞാൽ എക്സ്റ്റോർഷൻ. എക്സ്റ്റോർഷനകത്ത് എന്തുണ്ടായിരുന്നു, ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു കുറച്ച്. ഇനി റോബറിയിലേക്ക് വരുമ്പോൾ, റോബറിക്കകത്ത് ഏത് റോബറി, കവർച്ച എന്നുള്ളതാണ് റോബറി. അപ്പോൾ ഏത് റോബറി ആണെങ്കിലും റോബറിക്കകത്ത് ഒന്നുകിൽ തെഫ്റ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റോർഷൻ, ഇത് ഉണ്ടായിരിക്കും. തെഫ്റ്റ് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്, റോബറി ആയിട്ട് മാറുന്നത് തെഫ്റ്റ് തന്നെയാണ്. ഇൻ ഓർഡർ ടു കമ്മിറ്റിംഗ് ഓഫ് തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്തോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ തെഫ്റ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഇടയ്ക്കോ ഒഫൻഡറോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒഫൻഡർ വോളണ്ടറിലി കോസസ് ഓർ അറ്റംപ്റ്റ് കോസ് എനി പേഴ്സൺ ഡെത്ത് ഓർ ഹർട്ട് ഓർ റോങ്ഫുൾ റെസ്ട്രെയിൻ ഓർ ഫിയർ ഓഫ് ഇൻസ്റ്റൻറ്റ് ഡെത്ത് ഓർ ഇൻസ്റ്റൻറ്റ് ഹർട്ട് ഓർ ഇൻസ്റ്റൻറ്റ് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ തെഫ്റ്റ് നടത്തുന്നതിൻ്റെ ഇടയ്ക്കോ, തെഫ്റ്റ് നടത്തി പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കോ മറ്റൊരു വ്യക്തിയെ കൊലപാതകം ചെയ്യുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഹർട്ട് ഉണ്ടാവുകയോ, റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് ഒരാളെ തടങ്കലിൽ വെക്കുകയോ, റെസ്ട്രെയിൻ ചെയ്യുകയോ, തടങ്കലിലല്ല ഒരാളെ എന്താണ് ഒരു റെസ്ട്രെയിൻ ചെയ്യുക, തടസ്സപ്പെടുത്തുകയോ, അതല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ, ഇൻസ്റ്റൻ്റായിട്ട് എന്താണ് ഇപ്പം തന്നെ അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സംഗതി, ഈ തെഫ്റ്റ് എന്തായിട്ട് മാറുന്നു, അത് റോബറി ആയിട്ട് മാറുന്നു. ഈ എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ തെഫ്റ്റ് റോബറിയായ കേസാണ് ഇപ്പോൾ കണ്ടത്. തെഫ്റ്റ് റോബറി ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നപ്പോഴോ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടോ നമ്മൾ അതിൻ്റെ ഇടയിൽ മരണം സംഭവിക്കുകയോ കൊലപാതകം ചെയ്യുകയോ ആ വക കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് തെഫ്റ്റ് റോബറി ആയിട്ട് മാറിയത്. ഇനി അതേ സംഗതി ഈ എക്സ്റ്റോർഷൻ റോബറി ആയിട്ട് മാറാൻ പോവുകയാണ്. എക്സ്റ്റോർഷൻ റോബറി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റോർഷൻ നടത്തുന്ന സമയത്ത്, നമ്മൾ എക്സ്റ്റോർഷൻ കേട്ട ആൾക്കാരാണ്, എക്സ്റ്റോർഷൻ നടത്തുന്ന സമയത്ത് എന്താണ് ആ വ്യക്തിയെ എന്താണ് പുട്ട് ഫിയർ ആൻഡ് കമ്മിറ്റ്സ് ദ എക്സ്റ്റോർഷൻ ബൈ പുട്ടിംഗ് ദാറ്റ് പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഡെത്ത്. അപ്പോൾ ഈ എക്സ്റ്റോർഷൻ റോബറി ആകണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഫിയർ, ഇപ്പം കൊല്ലും, നമ്മളത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ കൊന്നുകളയോ അവന്മാർ, ആ രീതിയിലാണ് ഇവരുടെ പെരുമാറ്റമെങ്കിൽ ആ ഭീഷണിയിൽ പുറത്താണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി മറ്റുള്ളവർക്ക് ഡെലിവറി ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നതെങ്കിൽ അവിടെ കാരണം അവിടെ എക്സ്റ്റോർഷൻ റോബറി ആയപ്പോഴത്തേക്കിന് നേരത്തെ കണ്ട എക്സ്റ്റോർഷനിൽ നിന്നും കുറച്ചും കൂടെ കൂടുതലായിട്ടായിരിക്കും എന്ത് വരുന്നത്, നമ്മൾക്ക് ഈ ഭീഷണി എന്ന് വരുന്നത്. ഓക്കെ, ദെൻ ഈ ഒഫൻഡർ എന്ന് പറയുന്നത് പ്രസന്റ് ഇഫ് ഹി ഈസ് സഫിഷ്യൻ്റ്ലി നിയർ ടു പുട്ട് ദ അതർ പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഡെത്ത് ഓഫ് ഇൻസ്റ്റന്റ് ഹർ. അപ്പോൾ ഈ പറയുന്ന എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോബറിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒഫൻഡർ എന്ന് പറയുന്ന അത്ര അടുത്തായിരിക്കും. മറ്റേത് അങ്ങനെയല്ല. ഇപ്പോൾ എക്സ്റ്റോർഷൻ നടത്തുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, മതീഷ് ചില ഡോക്യുമെൻ്റ് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് മതീഷിൻ്റെ കുറ്റി എൻ്റെ കയ്യിലാണ്, കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല. റോബറിക്കകത്ത് തൊട്ട് മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്, മതീഷിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ട് കത്തി കാണിച്ചിട്ടാണ് പറയുന്നത് ഇത് സൈൻ ഇട്ട്, മര്യാദയ്ക്ക് ഇത് സൈൻ ഇട്ടതായെന്ന് പറയാം. അപ്പോൾ എന്ത് സാധനമാണ് കുറച്ചും കൂടെ എന്താണ് ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന ഫിയർ ഓഫ് ഡെത്ത് കൂടുതലാണ്. അപ്പോൾ ആ പറയുന്ന സാധനം ഈ എക്സ്റ്റോർഷൻ എന്തായിട്ട് മാറിക്കഴിഞ്ഞു, റോബറി ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇനി
റോബറിയുടെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്, 10 വർഷം വരെയാണ് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നോൺ ബെയിലബിളും ആണ്. ഇനി ഈ റോബറി നിങ്ങൾ നടത്തുന്നത് ഹൈവേയിൽ സൺസെറ്റിനും സൺറൈസിനും ഇടയിലാണെങ്കിൽ അതിൻ്റെ പണിഷ്മെന്റ് റിഗറസ് ഇംപ്രിസൺമെന്റ് 14 വർഷം വരെ കിട്ടുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ്. ദെൻ ഈ അറ്റംപ്റ്റ് കമ്മിറ്റ് റോബറി ആണെങ്കിൽ 7 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈൻ ആയിരിക്കും കിട്ടുക. ദെൻ ഈ റോബറിയുടെ ഇടയ്ക്ക് കോസിങ് ഹർട്ട് സംഭവിച്ചെങ്കിൽ പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫോ അതല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് 10 വർഷം വരെ കിട്ടാവുന്ന തരത്തിലുള്ളതോ ആയിരിക്കും. പ്ലസ് ഫൈനും ഉണ്ടാകുന്നതാണ്. ഒരുത്തനെ പിടിച്ച് കുനിച്ച് താഴെ നിർത്തി അത്രയും കുനിച്ച് താഴെ നിർത്തി ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്ന് പണവും ജുവലറീസും ഒക്കെ മോഷ്ടിക്കുന്നതിനുണ്ട്. അപ്പോൾ ഇവിടെ തെഫ്റ്റ് ഉണ്ട്. ഈ തെഫ്റ്റ് നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞു? തെഫ്റ്റ് ഉണ്ടല്ലോ, ഇയാളുടെ കയ്യിൽ നിന്ന് ആ സാധനം എടുത്തു കഴിഞ്ഞു, തെഫ്റ്റാണ്. അത് നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് അവൻ്റെ കാലും കയ്യും ഒക്കെ പിടിച്ച് പുറകിലോട്ട് കെട്ടി കഴുത്തിനൊരു കത്തിയും വെച്ചിട്ടാണ് തറയിൽ കുനിച്ച് നിർത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സാധനമാണ്? ഈ പറയുന്ന തെഫ്റ്റ് എന്തായിട്ട് മാറിക്കഴിഞ്ഞു? റോബറി ആയിട്ട് മാറിക്കഴിഞ്ഞു. അടുത്ത ഇതാണ് ഡെക്കോയിറ്റി, കൂട്ടക്കവർച്ചയിൽ 5 അല്ലെങ്കിൽ മോർ പേഴ്സൺസ് ഉണ്ടായിരിക്കും. ഇതുവരെ കണ്ടതുപോലെയല്ല, 5 അതിലധികമോ ആൾക്കാർ ഇതിനകത്തുണ്ടായിരിക്കും. ഇവിടെ റോബറി 5 അതിലധികമോ ആൾക്കാർ ചേർന്ന് റോബറി നടത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡെക്കോയിറ്റി എന്ന് പറയുന്നത്. അവിടെ എല്ലാ ആൾക്കാരും എന്തിന് ലയബിൾ ആയിരിക്കും? കൺജോയിൻ്റ്ലി കമ്മിറ്റിംഗ് ഓർ അറ്റംപ്റ്റിംഗ് ടു കമ്മിറ്റ് റോബറി ആയിരിക്കും. എല്ലാ ആൾക്കാരും, ഒരുത്തൻ മാത്രം കവർച്ച നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5 അവന്മാർക്ക് ഒരേപോലെ, അവന്മാരോ അവളുമാരോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഡെക്കോയിറ്റിയുടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ അല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് 10 വർഷം വരെയോ പ്ലസ് ഫൈനും കൂടി ചേർത്തായിരിക്കും. ദെൻ ഡെക്കോയിറ്റിയുടെ ഇടയ്ക്ക് മർഡർ സംഭവിച്ചാൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഡെത്ത് പെനാലിറ്റി ഓർ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഓർ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് 10 വർഷം വരെ കിട്ടാവുന്നതോ പ്ലസ് ഫൈനും കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും. ദെൻ മേക്കിംഗ് പ്രിപ്പറേഷൻസ് ടു കമ്മിറ്റ് ഡെക്കോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു എങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്, 10 വർഷം വരെ കിട്ടാവുന്നതും ഫൈനും ചേർത്തിട്ടുള്ളതാണ്. ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണെങ്കിൽ ബീങ് വൺ ഓഫ് 5 ഓർ മോർ പേഴ്സൺസ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ 5 പേര് മിനിമം ഉണ്ടായിരിക്കണം. ഈ 5 അത് കൂടുതൽ എത്ര വേണമെങ്കിലും മിനിമം 5 പേരുണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ 5 അതിലധികം ആൾക്കാരിൽ ഒരാളായിരുന്നാൽ അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വർഷം വരെയും ഫൈനും കൂടി ചേരുന്നതായിരിക്കും. ബിലോങ്ങിങ് ടു ഗ്യാങ് ഓഫ് പേഴ്സൺസ് അസോസിയേറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഹാബിച്വലി ഫോർ കമ്മിറ്റിംഗ് ഡെക്കോയിറ്റി, പതിവായിട്ട് ഹാബിച്വലായിട്ട് ഇവന്മാരുടെ ജോലി ഇനി എന്തൊക്കെ ചെയ്താലും ഇവർ ഡെക്കോയിറ്റ്സ് ആണെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർ, ആ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫോ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് 10 വർഷം വരെ കിട്ടാവുന്നതോ പ്ലസ് ഫൈനും കൂടി ചേർത്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, അടുത്തതാണ് ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി സെക്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം പ്രോപ്പർട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. അതിലടുത്തതാണ് ഡിസോണസ്റ്റായിട്ട് ദുരുദ്ദേശത്തിൽ നമ്മളുടെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടികളെ എന്ത് ചെയ്യാണ്? വകമാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിയാണോ ഡിസോണസ്റ്റായിട്ട് കയ്യിൽ കിട്ടുന്നതിനെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, വക മാറ്റിയെടുക്കുന്നത്, അതല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ മതീഷിൻ്റെ കയ്യിൽ നിന്ന് മതീഷെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഞാനൊന്ന് കോൾ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞ് ഫോൺ മേടിച്ചോണ്ട് മതീഷ് പിന്നെ തിരിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയണം ഏത് ഫോൺ? എൻ്റെ ഫോണാണെന്ന് പറയാണ്. അതായത് നമ്മൾ ഹോണസ്റ്റായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിച്ച് നമ്മളുടെ സ്വന്തം യൂസിലേക്കാക്കി നമ്മളുടേതാക്കി മാറ്റിയെടുക്കാൻ പോവുകയാണ്. അതാണ് പറയുന്നത്. അതപ്പോൾ ഹിസ് ഓൺ യൂസ്, ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഇതേ തരത്തിൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് 6 മാസത്തിൽ കുറയാത്തതും എന്നാൽ 2 വർഷം വരെ പോകാവുന്നതും പ്ലസ് ഫൈനും കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചിലപ്പോൾ ഒരാളെ വിശ്വസിച്ചേൽപ്പിക്കുന്നുണ്ട്. ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഫോർ എ ടൈം ഓൺലി ഈസ് എ മിസ്അപ്രോപ്രിയേഷൻ വിതിൻ ദ മീനിങ് ഓഫ് ദിസ് സെക്ഷൻ. അതായത് ഒരു മിസ്അപ്രോപ്രിയേഷനാണ് ആ പറയുന്ന ഒരു സാധനം വകമാറ്റുക എന്നുള്ളതാണ്. എ എന്ന് പറയുന്ന ഒരാൾ ഒരു ഗവൺമെൻറ് പ്രോമിസറി നോട്ട് ഇസഡിൻ്റെ പേരിലുള്ള ഒരു പ്രോമിസറി നോട്ട് കാണുന്നു.
അതിനകത്തൊരു ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ്, ഈ നോട്ട് ഇസഡിൻ്റെ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രോമിസറി നോട്ടിനെയൊക്കെ നമുക്ക് പണയം വെക്കാം. അങ്ങനെ പ്ലെഡ്ജ് ചെയ്യുന്നു, ഒരു സെക്യൂരിറ്റി ആയിട്ട് ലോണിന് വേണ്ടി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ്, നമ്മൾക്കത് അറിയാം. എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വക മാറ്റാണ്, മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ a person who finds a property not in the possession of any other person and takes such property for the purpose of protecting it for or of restoring it to the owner does not take or misappropriate it dishonestly and it is not guilty of an offense എന്നുള്ളതാണ്. ഇനി ഇത് മറ്റൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്കൊരു പേഴ്സ് കളഞ്ഞിട്ടിരുന്നു, ഒരു മാല കളഞ്ഞു കിട്ടുന്നു. ഇത് ഞാൻ എടുക്കുന്നു, എനിക്ക് ദുരുദ്ദേശമൊന്നുമില്ല, എന്താണ്, ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഇറ്റ്. അത് ഞാൻ എടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുന്നു. അതല്ലെങ്കിൽ ഇതിൻ്റെ ഓണർ, എനിക്ക് കിട്ടിയത് ആരുടെയാണെന്ന് എനിക്കറിയാം, എൻ്റെ അയൽവാസിയുടെയാണ്, എനിക്കറിയാം, അത് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും എന്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ചില സംഗതികളിൽ ഇപ്പം അടുത്തടുത്തിരിക്കുന്ന രണ്ട് പേരുടെ കയ്യിലിരിക്കുന്നത് ഒരേപോലെയുള്ള കുടയാണ്, രണ്ട് പേർക്കും ഒരേപോലെയുള്ള അമ്പർലയാണ് നമ്മൾക്ക് ഇവിടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ അറിയാതെ മറ്റൊരാളുടെ അമ്പർല ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അത് ഞാൻ എന്തെന്ന് പറയാൻ പറ്റുമോ? അതിനെ മിസ്അപ്രോപ്രിയേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ബട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഞാൻ അറിയാതെ ഒരാളുടെ വസ്തു എടുത്തു, അത് എൻ്റെതാണെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അത് തിരിച്ച് ഞാൻ കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. പിന്നീട് എനിക്ക് മനസ്സിലായപ്പോൾ തിരിച്ചു കൊടുത്താൽ അതെന്തെന്ന് വരത്തില്ല, ഈ പറയുന്ന മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നതിനകത്ത് വരത്തില്ല. എന്നാൽ ഇവിടെ ഈ മിസ്അപ്രോപ്രിയേഷനകത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഈ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യം, നമ്മൾ അബദ്ധവശാലൊക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഇപ്പം നമ്മൾക്ക് കളഞ്ഞു കിട്ടുന്ന മാലകൾ, അതെല്ലാം കളഞ്ഞു കിട്ടുന്ന വസ്തുക്കൾ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്നു. അപ്പോൾ കളഞ്ഞു കിട്ടുന്ന ഒരു സംഗതി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് എവിടെയെങ്കിലും കൊണ്ടുപോയി വണയം വയ്ക്കുകയോ വിറ്റ് കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിസ്അപ്രോപ്രിയേഷനാണ്. അപ്പം നമ്മൾ വിചാരിക്കും അതാണ് ആര് തിരക്കി വന്ന് ആളെ പിടിച്ചാൽ പിടിച്ചത് തന്നെയാണ്. അടുത്തതാണ് പഠിക്കുന്നത് എന്താണ്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനകത്തൊരു കാര്യമുണ്ട്. ഇവിടെ ബീങ് എനി എൻട്രസ്റ്റ് കണ്ടോ, ഇത് മിസ്അപ്രോപ്രിയേഷനിൽ നിന്നും ഈ പറയുന്ന ബ്രീച്ച് ഓഫ് ട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഞാനൊരു സംഗതി ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ച് മറ്റൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. അപ്പം ഹൂ എവർ ബീങ് ഇൻ എനി മാനർ ഏത് രീതിയിലായിക്കോട്ടെ എൻട്രസ്റ്റഡ് വിത്ത് പ്രോപ്പർട്ടി, ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ്, എനിക്കതിനകത്ത് എന്തുണ്ട്, ഓക്കെ ഇത് നോക്കിക്കോണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് പോയിട്ട് തിരിച്ചു വരുമ്പോൾ സാധനമില്ല, അവർ പറയാണ് അത് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടേതാക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടത്തി എന്ന് പറയാം. ദെൻ ഇവിടെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷം വരെയാണ്, അല്ലെങ്കിൽ ഓർ ഫൈനാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് കിട്ടുന്നതായിരിക്കും. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ബൈ എ ക്യാരിയർ വാർഫിംഗർ എക്സെട്ര എന്ന് പറയും. ഈ വാർഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിലൊക്കെ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഗോഡൗൺ പോലുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത്, അവിടെ കൊണ്ടുവന്ന് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന വാർഫിംഗറിൻ്റെ ചാർജുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യുകയാണ്, അതൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിൽ വിറ്റൊക്കെ കളഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ള പണിഷ്മെൻ്റാണ്. അവിടെ കിട്ടുന്നത് 7 വർഷം വരെയാണ്. നമ്മളൊരു ക്യാരിയർ, നമ്മൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു പ്രോപ്പർട്ടി അയക്കണം, നമ്മൾ ഈ പറയുന്ന ക്യാരിയറിനെ ഏൽപ്പിക്കുന്നു, കാശൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാരിയറിനെ ഏൽപ്പിക്കുന്നു, ഇത് കിട്ടുന്നില്ല, അവരെന്ത് ചെയ്യുന്നു, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 7 വർഷം വരെയാണ് പണിഷ്മെൻറ്റ് പറയും. ദെൻ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ക്ലർക്ക് ഓഫ് സെർവൻറ്റ്, ക്ലർക്കുകളോ സെർവൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാരണം ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, വിശ്വസിച്ചേൽപ്പിക്കുന്നതല്ലേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസൺമെൻ്റ് ആണ്, 7 വർഷം വരെയും ഫൈനും കിട്ടാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഒരു പബ്ലിക് സർവൻറ്റോ അതല്ലെങ്കിൽ ഒരു ബാങ്കറോ ആണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു മർക്കൻറ്റോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റോ ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ അതല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് 10 വർഷം വരെ കിട്ടാവുന്ന തരത്തിലുള്ളതായ കുറ്റകൃത്യമായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പ്രധാനമായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു നമ്മൾ തെഫ്റ്റ്, പ്രോപ്പർട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെഫ്റ്റ് നോക്കി, തെഫ്റ്റ്, റോബറി, ഡെക്കോയിറ്റി, അതുപോലെ തന്നെ
എക്സ്റ്റോർഷൻ, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് നോക്കിയിട്ടുണ്ട്. അടുത്ത ഒരു ക്ലാസ്സോടും കൂടി BNSൻ്റെ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ CPOയുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ പോർഷൻസും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കാനുള്ളത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. ശരി.